السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. باب في الإجارة. ഇജാറത്തിനെ കുറിച്ച് പറയുന്ന പാടെന്ന് പറഞ്ഞാൽ എന്താ ഇജാറത്ത്? ഇജാറ, ഉജാറ, അജാറ എന്നൊക്കെ പറയാറുണ്ട്. ഇജാറ എന്നാണ് സാധാരണ പറയാം. ആജറ എന്ന വാക്കിനർത്ഥം വാടകയ്ക്ക് നൽകി എന്നൊക്കെയാണ്. ആജറ യു ആജിറു, ഫാഅല യുഫാഇലു, അല്ലെങ്കിൽ അജറ യുജറു. ഏതായാലും വീട്, വാഹനം, ക്വാർട്ടേഴ്സ് ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനാണ് പറയാം. അപ്പോൾ കൊടുക്കുന്ന ഒരാൾ വേണം, സ്വീകരിക്കുന്ന ഒരാൾ വേണം, നേരത്തെ പറഞ്ഞ മാതിരി സ്വീക വേണം, പിന്നെ ഒരു വാടക സംഖ്യ വേണം, കൊടുക്കുന്ന സാധനത്തിനൊരു ഉപകാരവും വേണം. ഉജ്റത്തും മംഫഅത്തും. ഉജ്റത്തിന് വാടക, കൂലി. ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിക്കുകയാണ് എൻ്റെ വീട്ടിലെ തെങ്ങിന് തടം തുറക്കാൻ വേണ്ടി. അതും വിചാരം തന്നെയാണല്ലോ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉപകാരം എന്ത് ചെയ്യാണ്? എനിക്ക് വാടകയ്ക്ക് തരികയാണ്. നിങ്ങളവിടെ വന്നിട്ട് കളക്കും, കൃഷിപ്പണിയൊക്കെ എടുക്കും. അവിടെയും മംഫഅത്ത് ഉണ്ടല്ലോ, നിങ്ങളെ ജോലി, കൂലി ഉണ്ടല്ലോ. നിങ്ങൾക്ക് വൈകുന്നേരം കിട്ടുന്ന 1000 റുപ്യ, അത്രേ. ശരി, നമുക്ക് സാധാരണ പോലെ മത്തിനിലൂടെ ഒന്ന് സഞ്ചരിച്ചതിന് ശേഷം നമുക്ക് ഷറഹിലേക്ക് പ്രവേശിക്കാം. മത്തിന് തന്നെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം കിട്ടുമല്ലോ. ഉസ്താദന്മാരൊക്കെ ഇപ്പോൾ നമ്മുടെ മദ്രസയിൽ ജോലി ചെയ്യാറുണ്ട്. ഖുർആൻ പഠിപ്പിക്കാനും ദീന് പഠിപ്പിക്കാനും വേണ്ടിയാണ് അവരെ കൂലിക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്മിറ്റി നാട്ടുകാരാണ് മൂജിർ, മുസ്തഇജിർ, വാടകയ്ക്ക് വിളിച്ച ആൾ. മുസ്തഇജിർ എന്നാണ് പറയാം. വാടകയ്ക്ക് വിളിക്കുന്ന ആൾക്ക് എന്താ പറയാം? മുസ്തഇജിർ എന്നാണ് പറയാം. പിന്നെ അപ്പോൾ ഇസ്തിജാർ എന്ന് പറഞ്ഞാൽ എന്താ? വാടകയ്ക്ക് വിളിക്കുക, കൂലിക്ക് വിളിക്കുക, റെൻറ്റിനെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇൻഷാല്ലാഹ് നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ പഠിക്കാം. ബാബും ഫിൽ ഇജാറ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഉപകാരത്തെ പ്രതിഫലത്തിന് പകരം ഉടമയാക്കി കൊടുക്കുന്നതിനാണ് ഇജാറത്ത്. അപ്പം ബൈഉം ഇജാറും തമ്മിൽ എന്താ വ്യത്യാസം? എൻ്റെ കാറ് ഞാൻ നിങ്ങൾക്കാട് വിൽക്കുന്നതിന് ബൈഉ എന്നാണ് പറയാം. എൻ്റെ കാറ് നിങ്ങൾക്ക് വിൽക്കുന്നില്ല, അതിൻ്റെ ഉപകാരം ഉണ്ടല്ലോ, ഓടാനുള്ള സൗകര്യം, അത് നിങ്ങൾക്ക് വിൽപ്പന നടത്തുന്നതിൻ്റെ പേരാണ് ഇജാറത്ത്. ആ ഉപകാരം നിങ്ങൾക്ക് എടുക്കാം, അതെനിക്ക് പ്രതിഫലവും നൽകാം. തസ്സീഹു, അതിന് ഈജാബ് വേണം. തസ്സീഹു ഇജാറത്തും ബി ഈജാബിൻ ക ആജർത്തുക. ഞാൻ നിനക്ക് എന്ത് ചെയ്തു? വാടകയ്ക്ക് തന്നു, റെൻറ്റിന് തന്നു. റെൻറ്റ് ഹൗസുകളൊക്കെ കേട്ടിട്ടില്ലേ? വാടക, അതാണ് ആജർത്തുക. ആജറ യൂജിറു ഈജാറൻ, ആജറ യൂജിറു, അജറ യജുറു. ആജർത്തുക. ഇനി ഇങ്ങനെ പറയട്ടെ, കിറാ എന്ന് പറയാറുണ്ട്. കിറാ അഖ്റ എന്നാണ് വാടക കൊടുത്തു. ശരി, കിറാ എന്നും ഇജാറത്ത് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇടക്കിടക്കും പദങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആജർത്തുക ബിക്കഥ എന്ന് പറയുമ്പോൾ കബൂല് വേണം. ഇസ്തജർത്തു, ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇക്തറൈത്തു കബിൽത്തു എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ ബൈഇൻ്റെ പാഠത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ വിറ്റു വാങ്ങി എന്ന് പറയൽ നിർബന്ധമല്ല. അതവിടെ മുആത്വാത്ത്, കൊടുക്കലും വാങ്ങലും മതി, വാചക നിർബന്ധമല്ല എന്നൊരഭിപ്രായം ശാഫിഈ മദ്ഹബിലും മറ്റു മദ്ഹബുകളിലൊക്കെ ഉണ്ട്. ആ അഭിപ്രായം ഇവിടെയുണ്ട്. അപ്പോൾ ഇസ്തജർത്തു, ആജർത്തുക ഇസ്തജർത്തു, ഞാൻ നിനക്ക് വാടകയ്ക്ക് തന്നു. ഈ വാഹനം എന്ന് പറയുമ്പം ഇസ്തജർത്തു, ഞാൻ വാടകയ്ക്ക് എടുത്തു. ഇസ്തഫല വസനാണ്. ബി അജിരിൻ, അത് സഹിയാകാനുള്ള ഷർത്താണ്. ഒരു പ്രതിഫലം വേണം, ഒരു കൂലി വേണം. മാലൂമിൻ, 2 പേർക്കും അറിയുന്ന ഒരു കൂലി ആയിരിക്കണം. അറിയാത്ത പറ്റില്ലല്ലോ.
അപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന പ്രതിഫലമായിരിക്കണം. അറിയാത്ത പ്രതിഫലം വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുക? അത് ശരിയാവില്ല. 2 തരം ഇജാറത്തുണ്ട്, ശ്രദ്ധിക്കണേ. ഇജാറത്തു ദിമ്മത്തും ഇജാറത്തുൽ ഐനും. ഇജാറത്തുൽ ഐന് എന്ന് പറഞ്ഞാൽ രണ്ടാളും കണ്ട ഒരു സാധനം, നിശ്ചയ സാധനത്തിന് വാടകയ്ക്കാണ്. ഈ കാറ് വാടകയ്ക്ക് തന്നു എന്ന് പറയുമ്പോൾ ഇജാറത്തുൽ ഐന് എന്ന് പറയും. ഒരു കാറ് നിനക്ക് വാടകയ്ക്ക് തന്നു എന്ന് പറയുന്നിടത്തോ ഇജാറത്തു ദിമ്മത്ത് എന്നാണ് പറയാം. ഉത്തരവാദിത്തത്തിലുള്ളൊരു സാധനം വാടകയ്ക്കാണ്. അതിന് 2 വിധികളാണ് ഉണ്ടാവുക. ഇജാറത്തുൽ ഐനാവുമ്പോൾ സാധനം മാറ്റാൻ പറ്റില്ല. നമ്മളിപ്പോൾ ടൂറ് പോകാനൊക്കെ ബസ് വിളിക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ബസ് അങ്ങ് വിളിക്കും. ഞങ്ങൾ ഇത്ര സൗകര്യമുള്ള ഇത്ര സീറ്റൊക്കെ ഉള്ളൊരു വണ്ടി നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നു. അത് ഇജാറത്തു ദിമ്മത്താണ്. ചില ആൾക്കാർ വണ്ടിൻ്റെ സൗകര്യമൊക്കെ നോക്കിയിട്ട് ഈ ബസ് എന്ന് പറഞ്ഞിട്ട് സീറ്റും അതിലെ സൗകര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് ഈ ബസ് എന്ന് പറഞ്ഞിട്ട് വാടകയ്ക്ക് എടുക്കും. അത് ഇജാറത്തുൽ ഐൻ, വസ്തു വാടകയ്ക്ക് എടുക്കലാണ്. ശരി. അപ്പം കൂലി വേണം. ഒരു ദിവസത്തിന് ഇത്ര വാടക എന്നൊക്കെ പറഞ്ഞിട്ട് 500 രൂപ വാടക ഒരു പീടികയ്ക്ക് എന്നൊക്കെ പറയില്ലേ. ഫീ മംഫഅത്തിൻ, അത് ഒരു ഉപകാരമുള്ളതിലായിരിക്കണം. അല്ല വെറുതെ വാടക എടുക്കാൻ പറ്റില്ല, ഉപകാരത്തിന്. മുത്തഖവ്വമത്തിൻ, വില കണക്കാക്കപ്പെടുന്ന ഒരു വിലയും നിലയൊക്കെ ഉള്ള ഒരു ഉപകാരത്തിൽ. അതാണ് മുത്തഖവ്വമത്ത്. ഖീമത്ത് എന്ന് പറഞ്ഞാൽ വില എന്നാണ്, വിലയുള്ള ഒരു ഉപകാരത്തിൽ. ആ ഉപകാരവും എന്തായിരിക്കണം? നേരത്തെ വാടകയെക്കുറിച്ച് പറഞ്ഞ മാതിരി മാലൂമത്തിന് 2 പേർക്കും അറിയണം. എന്താണ് വാടക, എന്താണ് ഉപകാരം, എത്രയാണ് ഉപകാരം, എങ്ങനെയുള്ള ഉപകാരമാണ്. അപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ താമസം, അതിൻ്റെ അളവ്, അതിൻ്റെ മുകളും താഴെയുണ്ടോ, അതേത് വിധത്തിലാണ് എന്നൊക്കെയുള്ള, പകൽ മാത്രമാണെങ്കിൽ പകൽ, രാത്രി മാത്രമാണെങ്കിൽ രാത്രി. ഒരു വണ്ടി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന സമയം ഇന്ന രീതിയിലുള്ള ഇന്ന സർവീസ് എന്നൊക്കെ പറയണം. ആ സർവീസ് മാലൂമത്തായിരിക്കണം. അപ്പം മംഫഅത്തിൻ്റെ ഒരു സർവീസിൽ, ഒരു ഉപകാരത്തിൽ, തഖവ്വമത്തിൻ്റെ ഒരു വിലയുള്ള ഒരു ഉപകാരത്തിൽ 2 പേർക്കും അറിയുന്ന ആ ഉപകാരം ആർക്കാ കിട്ടുക? മുസ്തഅ്ജിറിന് കിട്ടും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്താൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു മുക്തരി എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്ത ആൾ. മുസ്തഅ്ജിർ എന്നതും മുക്തരി എന്ന് പറഞ്ഞാലും. ഇസ്തഅ്ജറ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തു, ഇഖ്തറ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തു, ആജറ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്തു, അഖ്റ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്തു. ആജറ ഇസ്തഅ്ജറ, അഖ്റ ഇഖ്തറ. ശരി. മുക്തരി, ആ ഉപകാരം ആർക്ക് ലഭിക്കുന്നതാകണം? ബാഖിയാത്തിൽ മുക്തരി, വാടകയ്ക്ക് എടുത്ത ആൾക്ക് ലഭിക്കുന്നതായിരിക്കണം. എങ്ങനെ ലഭിക്കണം? അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആ ഉപകാരം എടുക്കുമ്പോൾ വസ്തു തീരാൻ പാടില്ല എന്നുള്ളതാണ്. വസ്തു തീരാത്ത രീതിയിൽ ഉപകാരം എടുക്കണം. ആ ഉപകാരം ആർക്ക് ലഭിക്കണം? വാടകയ്ക്ക് എടുത്ത ആൾ. എങ്ങനെ ലഭിക്കണം? ഗൈരി മുതളമ്മിനിൻ ലിസ്തിഫായി ഐനിൻ, വസ്തുവിനെ തന്നെ എടുക്കുന്നതിനെ ഉൾക്കൊള്ളാത്ത വിധത്തിൽ സംഭവിക്കണം. ഖസ്തൻ, ഉദ്ദേശപൂർവം. വസ്തു തന്നെ തീരുന്ന രീതിയിലുള്ള വാടകയ്ക്ക് കൊടുക്കൽ എന്താകില്ല? സ്വഹീഹ് ആവുന്നതല്ല. പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്കൊരു സോപ്പ് വാടകയ്ക്ക് തന്നു. അതിൻ്റെ ഉപകാരം എന്താ? അലക്കുമ്പോൾ വസ്തു തീരൂലേ? വസ്തു തീരാൻ പാടില്ല. അതാണ് ഗൈരി മുതളമ്മിനിൽ ഇസ്തിഫായി ഐനി, വസ്തു തീരുന്നതിനെ തീരാത്ത ആ ഉപകാരം എടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്? വസ്തു തീർന്നു പോകുന്നതാവരുത്. ഗൈരി മുതളമ്മിനിൽ ഇസ്തിഫായി ഐനി, വസ്തു തീർന്നു പോകുന്നതിനെ ഉൾപ്പെടുത്താത്ത. ഖസ്തൻ, ഉദ്ദേശപൂർവ്വം. നമ്മൾ സോപ്പ് നിങ്ങൾക്ക് വാടക വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ? അത് അലക്കുക എന്നുള്ളതാണ്. അലക്കുമ്പോൾ തീരുമല്ലോ. അങ്ങനെ ആവരുത്. വീടാകുമ്പോൾ അങ്ങനെയല്ലല്ലോ. വീടിൻ്റെ താമസിക്കുന്നതുകൊണ്ട് വീട് എന്താവില്ല? തീരൂല. ഓക്കെ, ശരി. അപ്പോൾ വാഖിയത്തിൽ മുക്തരി, വാടകയ്ക്ക് എടുത്ത ആൾക്ക് ലഭിക്കുന്ന ഉപകാരം, ആ ഉപകാരം ഗൈരി മുതളമ്മിനിൻ, ആ ഉപകാരം ഉൾക്കൊള്ളുന്നതാകരുത് ഇസ്തിഫായി ഐനിൻ, വസ്തുവിനെ നേടുന്നതിന്, വസ്തുവിനെ എടുക്കുന്നതിന്, വസ്തുവിനെ തീർക്കുന്നതിന് നോക്കുക. ഖസ്തൻ, ഉദ്ദേശപൂർവ്വം. ആ ഉദ്ദേശം കൊണ്ട് ആവരുത് എന്ന്. സ്വാഭാവികമായിട്ടൊക്കെ തീരുമായിരിക്കും.
അപ്പോൾ ഒരു വീട് വാടക കൊടുക്കുന്ന ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അടുത്ത മത്തിന് വജിബു അലാ മുക്രിൻ, വീട് വാടക കൊടുക്കുന്ന ആൾക്ക് നിർബന്ധമാണ് തസ്ലീമു മിഫ്താഹി ദാരിൻ, വീടിൻ്റെ ചാവി ഏൽപ്പിച്ചു കൊടുക്കണം. ആർക്ക്? ഈ മുക്തരി വാടക എടുക്കുന്ന ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇമാറത്തുഹ, ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരുമ്പോൾ വീടിൻ്റെ നിർമ്മാണങ്ങൾ ഞാൻ എന്താക്കണം? നടത്തിയിരിക്കണം. പൊട്ടിയ സാധനങ്ങളൊക്കെ മാറ്റിത്തരാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. മുക്കിരിക്ക് നിർബന്ധമാണ് ചാവി ഏൽപ്പിച്ചു കൊടുക്കൽ. ഇമാറത്തുഹ, അതിൻ്റെ ഇമാറത്തും അതിൻ്റെ നിർമ്മാണവും, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണി, വാതിൽ, ജനൽ, ഗ്ലാസ് പൊട്ടിയ മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇമാറത്തുഹ. പിന്നെ ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും എന്നല്ല അർത്ഥം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കണം. ഫൈൻ ബാദറ. അപ്പോൾ അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല തന്നെ. വൈല ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഫലിൽ മുക്തരി ഖിയാറുൻ, മുക്തരിക്ക് വാടക ഇടപാടിൽ നിന്ന് പിന്മാറാനുള്ള അവകാശമുണ്ട്. അതാണ് വിഷയം. ഫൈൻ ബാദറ, അവൻ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു, എന്നാൽ ചാവിയൊക്കെ കൊടുത്തു, എന്നാൽ കാര്യം വ്യക്തമാണ്, ഖബർ കളഞ്ഞുപോയി. ഇല്ല, അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഫലി മുക്തരീൻ, മുക്തരിക്കുണ്ട് ഖിയാറുണ്ട്. ഖിയാറുണ്ട് എന്ന് പറഞ്ഞാൽ വാടക ഒഴിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ ഒഴിയാം. അപ്പോൾ മുക്രി ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. മുക്രി എന്ന് പറഞ്ഞാൽ അക്ര, വാടക കൊടുത്തു. ഇനി മുക്തരിക്കുള്ള ബാധ്യത എന്തൊക്കെയാണ്? ഉത്തരവാദിത്തം. മുക്തരി എന്ന് പറഞ്ഞാൽ വാടക എടുത്താൽ, നിങ്ങളൊരു വീട് വാടക എടുത്താൽ തൻലീഫ് ആ റുസത്തിഹ, വീടിൻ്റെ മുറ്റം വൃത്തിയാക്കണം. നല്ലഫ മിൻ കുനാസത്തിൻ, കുനാസത്ത് എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു വരുന്ന സാധനങ്ങളില്ലേ, വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കാം. റസത്ത്, മുറ്റം. ഓക്കെ, അങ്ങനെ അതിൻ്റെ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കൊണ്ടെടുക്കുക എന്നുള്ള അവൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ മുക്തരിയെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ നമ്മളെ ആളെ വിശ്വസിക്കുക എന്നുള്ള നമ്മളെ ബാധ്യതയാണ്. വഹുവ അമീനുൻ, അവൻ വിശ്വസ്തനാണ്. ആര്? മുക്തരി. വാടകയ്ക്ക് എടുത്ത ആൾ വിശ്വസിക്കപ്പെടേണ്ടവനാണ്. അവനെടുത്ത സാധനത്തിൻ്റെ കാര്യത്തിൽ മുദ്ദത്തിൽ ഇജാറത്തി, വാടകയുടെ കാലഘട്ടത്തിൽ, ഇജാറത്തിൻ്റെ കാലത്ത് അവൻ അമീനാണ്. ഒക്കെ ദാബാദഹ, അതിനുശേഷം ഒരു മാസത്തെ വാടക എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചതിന് ശേഷമുള്ള ഒരു മാസം കഴിഞ്ഞിട്ടുള്ള സമയത്തും അവൻ വിശ്വസ്തനാണ്, അവൻ ഏൽപ്പിച്ച് തരുന്നത് വരെ. അപ്പോൾ അവന് പറയാണ് ഇങ്ങനെ കേടുന്നത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നന്നാക്കി തരണം. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വിശ്വസിക്കേണ്ടതാണ്. ക അജീരിൻ, ഏതുപോലെ? കൂലിപ്പണിക്കാരനെ പോലെ. കൂലിപ്പണിക്കാരൻ വിശ്വസ്തനാണല്ലോ. അപ്പോൾ ഈ വിശ്വസ്തനാന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം? ഫലാ ലമാന, ലമാനില്ല. ഒരു ഉദാഹരണത്തിന് കാർ എന്ത് ചെയ്തു? നിങ്ങൾ വാടകയ്ക്ക് എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ആ കാർ കേടായി, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവന് പറയാണ് അത് കേടുന്നിട്ട് എനിക്ക് ഉപകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. ഞാനെന്ത് പറയാൻ പാടില്ല? നീ കേടെടുത്തിയതാണ്, അതിൻ്റെ നഷ്ടപരിഹാരം തരണമെന്ന് പറയാൻ പാടില്ല. കാരണം വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്. വഹുവ അമീനുൻ, അവൻ വിശ്വസ്തനാണ് ഇജാറത്തിൻ്റെ സമയത്തും അതിന് ശേഷവും. ക അജീരിൻ, കൂലിപ്പണിക്കാരനെ പോലെ, തൊഴിലാളിയെപ്പോലെ. ഫലാ ലമാൻ, അപ്പോൾ എന്തില്ല? ലമാന് ഇല്ല. ഒരു വസ്ത്രം തുന്നാൻ വേണ്ടി ടൈലർ എടുത്ത് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? അത് നശിച്ചു, ആ വസ്ത്രം നശിച്ചു. ഇവൻ്റെ വീഴ്ച കൊണ്ടൊന്നുമല്ല, ഉത്തരവാദിയാവൂല. ഉത്തരവാദിയാകും വീഴ്ച വരുത്തിയാൽ. ഇല്ലാബി തഖ്സീരിൻ, വീഴ്ചയുണ്ടെങ്കിൽ ഒഴികെ. ഏതായാലും വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പണിക്ക് വിളിക്കുമ്പോൾ പ്രതിഫലം പറയണം. പ്രതിഫലം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താവില്ല? കൂലി കിട്ടൂല. വലാ ഉജറത്ത ബിലാ ഷർത്തിൻ, ഷർത്ത് വെക്കാതെ കൂലി കിട്ടുന്നതല്ല.
ഷർത്ത് വെച്ചാൽ എന്താവുള്ളൂ, കൂലി കിട്ടുള്ളൂ. ടൈലറടുത്ത് പോയിട്ട് ഒരു ഷർട്ടം കൊടുത്തു, അയാൾ അടിച്ചു തന്നു, അതിനെങ്ങനെ കൂലി കൊടുക്കുക? അപ്പോൾ ചോദിക്കണം എത്ര കൂലി? 250 രൂപ. ബില്ലൊക്കെ എഴുതി തരൂലേ? അങ്ങനെ ഷർത്ത് വെച്ചാൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ. അയാൾ കൂലിക്ക് അടിച്ചു കൊടുക്കാനല്ലേ അവിടെ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു കൃത്യത അല്ലാഞ്ഞാലേ അതിലൊക്കെ വഞ്ചനയും ചതിയൊക്കെ വരും. അപ്പോൾ നേരത്തെ കൂലി എന്താക്കണം, വാടക വൃത്തിയാക്കണം. നിങ്ങൾ വീട് വാടക കൊടുക്കുന്നതാണ്, നിങ്ങളെ കോട്ടേഴ്സുകാരോ വന്നു, ഞാൻ ഈ താമസിക്കേണ്ടി ചോദിച്ചു, താമസിച്ചു പറഞ്ഞു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് നിങ്ങളെങ്ങനെ വാടക വയ്ക്കുക? നിങ്ങൾ പറയണം ഇത്ര വാടകയാണ് ഒരു മാസത്തേക്ക്, അപ്പോഴേ നിങ്ങൾക്ക് വാടക കിട്ടുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ തർക്കാവൂലേ? വാടക എന്ന് പറയുമ്പോൾ ഞാൻ വാടക തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തർക്കമായി. പിന്നെ എത്രയാ വാടക എന്നായി, അതിൻ്റെ 5000 ഞാൻ തരുമെന്നറിയും. അപ്പോൾ അത് പ്രശ്നമാണ്. ഏതായാലും എപ്പോഴാണ് വാടക കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യം. കാലം കഴിഞ്ഞാൽ തക്കറത്ത്, വാടക സ്ഥിരപ്പെടും, കൂലി സ്ഥിരപ്പെടും, അലൈഹി മുക്തരിയുടെ മേൽ, ആരാണോ വാടകയ്ക്കെടുത്തത് അയാളുടെ മേൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിച്ചാൽ എൻ്റെ മേൽ, മുളിയി മുത്തത്തിൻ, കാലം കഴിയൽ കൊണ്ട്. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരാളെ പണിക്ക് വിളിച്ചാൽ രാവിലെ തന്നെ കൂലി വാങ്ങിയേക്കാനൊന്നും പറ്റില്ല, അഡ്വാൻസ്. അത് പണി കഴിഞ്ഞാൽ തക്കറത്ത്, കൂലി സ്ഥിരപ്പെടും, അലൈഹി മുക്തരിയുടെ മേൽ, മുളിയി മുത്തത്തിന്, സമയം കഴിയൽ കൊണ്ട്, വാടകൻ്റെ അല്ലെങ്കിൽ കൂലിൻ്റെ സമയം കഴിഞ്ഞാൽ. വൈലം യസ്തൗഫി, അതിൻ്റെ ഉപകാരം അവൻ എടുത്തിട്ടില്ലെങ്കിൽ. ഞാൻ നിങ്ങൾക്ക് കാറ് വാടകയ്ക്കുന്ന ഒരു ദിവസത്തിന് 1500 രൂപക്ക്, നിങ്ങൾ തീരെ ഓട്ടാൻ നിങ്ങൾക്ക് സമയം പറ്റിയില്ല, എന്തായി, ആണെന്തോ മരണം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീട് താമസത്തിന് വന്നു, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിലൊരു മാസത്തേക്ക് താമസിക്കാൻ പറ്റിയില്ല, വാടക എനിക്ക് തരണം. അതാണ് വൈലം യസ്തൗഫി, വാടകയ്ക്കെടുത്തയാൾ ഉപകാരമെടുത്തില്ലെങ്കിലും, ഇസ്തൗഫ, ഉപകാരമെടുത്തില്ലെങ്കിലും. മറ്റൊന്ന്, ഈ ഇജാറത്ത് എന്ന് പറയുന്ന ഒരു ലാസിമായ അക്കതാണ്. ഞാൻ പിന്മാറിയെന്നു എന്ന് പറയാൻ പറ്റില്ല. വാടകയ്ക്ക് ഒരു മാസത്തേക്ക് വാടകയ്ക്ക് എടുത്താൽ, നിങ്ങൾ ഉപകാരം എടുത്താലില്ലെങ്കിൽ എനിക്കൊരു പൈസ തന്നോളാം. ഇനി ഇജാറത്ത് ഫസ്ഖാകും എപ്പോൾ എന്നറിയോ? നശിച്ചാൽ. ഞാൻ നിങ്ങൾക്ക് കാറ് ഒരു വാടകയ്ക്ക് വന്നു, ഒരു നിശ്ചിത കാറ്, ഈ കാറ് തന്നെ നിങ്ങൾ വാടകയ്ക്ക് എടുത്തു, ആ കാറ് കേടുന്നു, ഞാൻ ഇജാറത്ത് ഫസ്ഖായി, എനിക്ക് കൂലി തരണ്ട. വീട് പൊളിഞ്ഞു, വാടക തരണ്ട. എപ്പോൾ വാടക തരണ്ട? അതിൻ്റെ അങ്ങോട്ടുള്ളത്, ഇതുവരെ ഉപകാരം എടുത്തത് വരെ ഉള്ളത് വേണം, അങ്ങോട്ട് വേണ്ട. അതാണ് പറയുന്നത് തംഫസിഹു, ഇജാറത്ത് ക്യാൻസലാകും, അസാധുവായി തീരും. ബി തരിഫി മുസ്തൗഫ മിൻഹു, ഈ വസ്തു നശിക്കൽ കൊണ്ട്. മുസ്തൗഫ മിൻഹു എന്ന് പറഞ്ഞാൽ ഏത് സാധനമാണോ അവന് ഉപകാരം എടുക്കുന്നത്, വാടകയ്ക്ക് എടുത്തത്, ആ സാധനം നശിക്കൽ കൊണ്ട്. മുഅയ്യനി, നിർണിതമായ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വണ്ടി വാടകയ്ക്ക് എന്ന് പറഞ്ഞു, അത് നിശ്ചിത വണ്ടി അല്ലെങ്കിൽ പിന്നെ വണ്ടി മാറ്റി തന്നാൽ മതിയല്ലോ, വണ്ടി മാറ്റി തരലാണ് ബാധ്യത, അവിടെ ഇജാറത്ത് ഫസ്ഖാകൂല. അപ്പോൾ മുസ്തൗഫ മിൻഹു, ഉപകാരമെടുക്കപ്പെടുന്ന വസ്തു നശിക്കൽ കൊണ്ട്. മുഅയ്യനിൻ, ഏത് വസ്തു? നിർണിതമായ വസ്തു നശിക്കൽ കൊണ്ട്. എപ്പോഴാണ് എവിടെയാണ് ഫസ്ഖാവുക? ഫീ സമാനി മുസ്തഖ്ബിലിൻ, ഭാവി സമയത്ത്. കഴിഞ്ഞിടത്തോളം തന്നെ പൈസ തരണം. ഒരു മാസത്തേക്കാണ് വാടക തന്നത്, 15 ദിവസം കഴിഞ്ഞപ്പം വണ്ടി ആകെ കേടായാൽ അവിടെ 15 ദിവസത്തിനുള്ള വാടക തരണം. മുസ്തഖബലായ സമയം ഉണ്ടല്ലോ, പിന്നെ ബാക്കിയുള്ള 15 ദിവസം അതിൽ ഇജാറത്ത് ഫസ്ഖാകും. അതാണ് തംഫസിഹു ബിത്തലിഫി മുസ്തൗഫ, ഉപകാരമെടുക്കപ്പെടുന്ന വസ്തു നശിച്ചാൽ. ഏത് ഉപകാരപ്പെടുന്നത്? മുഅയ്യനായ വസ്തു നശിച്ചാൽ. ഫി സമാനി മുസ്തഖ്ബിലിൻ, എവിടെയാണ് ഫസ്ഖാവുക? മുസ്തഖബലായ സമയത്ത്. ഇനി തർക്കവും പരിഹാരവും. വലിയ വ്യക്തലഫ, മുക്തരിയും അഭിപ്രായ വ്യത്യാസത്തിലായി. വാടകയ്ക്ക് കൊടുത്ത ആളും വാടകയ്ക്ക് എടുത്ത ആളും. ഫി ഉജ്റത്തിന്, വാടകയിലോ, ഔ മുദ്ദത്തിൻ, സമയത്തോ, എത്ര സമയത്താണ്, അല്ലെങ്കിൽ ഉപകാരത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമായാൽ തഹാലഫ, പിന്നെ ഒരു മാർഗവുമില്ല. സാക്ഷികളൊന്നുമില്ലെങ്കിൽ രണ്ടുപേരും സത്യം ചെയ്യുക. വല്ലാഹി ഞാൻ 15,000-നാണ് വാടക കൊടുത്തതെന്ന് പറയും. അവരല്ല ഞാൻ 10,000-നാണ് വാടക എടുത്തത് മറ്റവനും പറയും. വല്ലാഹി എന്നാണ് സത്യം ചെയ്യുക. ഒഫസിഹത്ത്, ഇജാറത്ത് എന്ത് ചെയ്യും? ക്യാൻസലാക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ വാടകയോ നേരത്തെ പറഞ്ഞ വാടകയല്ല, ഉജ്റത്തു മിസിൽ, സാധാരണയിൽ എത്രയാണോ വാടക അവിടെ ഉള്ളത് മാർക്കറ്റിൽ,
നാട്ടു നടപ്പിൽ അതാണ് കിട്ടുക. വല വിഖ്തലഫ, രണ്ടുപേരും അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫ്യൂജറത്തിൻ കൂലിയിലോ ഔ മുദ്ദത്തിൻ അല്ലെങ്കിൽ കാലയളവിലോ തഹാലഫ, രണ്ടുപേരും സത്യം ചെയ്യണം. ഒഫ്സിഹത്ത്, ഇജാറത്ത് ഫസ്ഖ് ചെയ്യപ്പെടുന്നതുമാണ്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഫഹമും അഖ്ലും തരട്ടെ, ആഫിയ ഇൽമ തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സല്ലു അലാ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.